ഇന്ന് ഓരോ ഓൺട്രപ്രണേഴ്സും നേരിടുന്ന ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചാണ് എംപ്ലോയി റിട്ടൻഷൻ, എസ്പെഷ്യലി ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്. അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 1, ഗോൾ ക്ലാരിറ്റി. ഈ ഗോൾ ക്ലാരിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പോയിന്റ് ഓർഗനൈസേഷൻ ഗോൾസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഫങ്ഷണൽ ഗോൾസ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഇൻഡിവിജ്വൽ ഗോൾസ് ആണ്. പോയിന്റ് നമ്പർ 2 റോൾ ക്ലാരിറ്റിയാണ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് അവരുടെ റോളിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. പോയിന്റ് നമ്പർ 3 ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഈ 3 കാര്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻസ് ആണ്. റിവാർഡ് ആൻഡ് റെക്കഗ്നീഷനുള്ള പ്ലാറ്റ്ഫോം നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓപ്പർച്യൂണിറ്റീസിൽ രണ്ടാമത്തത് ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ്. ഒരു എംപ്ലോയിയും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് അവർക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കില്ല, അവർക്ക് കിട്ടുന്ന പണത്തെക്കുറിച്ച് ഓർത്തിട്ട് കൂടിയായിരിക്കും. ഓപ്പർച്യൂണിറ്റീസിൽ മറ്റൊരു പോയിന്റാണ് കരിയർ ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം അവരുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം ഈ ഓർഗനൈസേഷനിൽ എൻ്റെ ഭാവി എന്താണെന്ന്. പല എംപ്ലോയീസും വർക്ക് ചെയ്യുന്നത് പണത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല, പൊസിഷനും കൂടി വേണ്ടിയിട്ടായിരിക്കും. പോയിന്റ് നമ്പർ 4 വർക്ക് ബാലൻസ്. നിങ്ങളുടെ കമ്പനിയിൽ ടോപ്പ് ടാലൻസ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഗ്രൂപ്പിസം, ഗോസിപ്സ്, ബ്ലെയിം ഗെയിംസ്, ജലസി, മാനിപ്പുലേഷൻ, ലാക്ക് ഓഫ് കോപ്പറേഷൻ ഇതൊന്നും അവർ അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രോഗ്രസിനെ കുറിച്ച് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആസ് ആൻ ഓൺട്രപ്രണർ നിങ്ങൾക്ക് ടോപ്പ് ടാലൻസിനെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു എൻവയോൺമെൻ്റ് ആണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഫണ്ണും ഫെയറും ഫോക്കസ്ഡും ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. ഈ 4 കാര്യങ്ങൾ ആസ് ആൻ ഓൺട്രപ്രണർ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പ് ടാലൻസിനെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്.